എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാരുടെ UPSC പരീക്ഷയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. സത്യം പറഞ്ഞാൽ ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്ന പോലെയുണ്ട്. ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല ഞാൻ, എന്താണെന്നറിയില്ല. ഈ വരാൻ എഴുതാൻ പോകുന്നത്, പക്ഷെ ടെൻഷൻ മൊത്തം എനിക്കായിരുന്നു. ഇന്നലെ രാത്രി നോക്കുമ്പോൾ അടിവയറ്റുന്നല്ലൊരു എക്സാമിൻ്റെ ആ ഒരു ഇതില്ലേ. ഞാൻ പോലും എൻ്റെ യൂണിവേഴ്സിറ്റി പരീക്ഷ ഇന്നേ ഒരു പരീക്ഷയ്ക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടില്ല. ശരിക്കും ഇത് പറഞ്ഞത് സത്യം. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാരുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, അത് നമ്മളെ നല്ലോണം ബാധിക്കുന്നു. നമ്മളെ പ്രിയസഖിയും പിന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാരും എഴുതാൻ പോകുന്നത്. അയ്യോ എന്നെ കണ്ടു, അയ്യോ നായ ചെയ്യില്ല. ബൈ. അപ്പോൾ എൻ്റെ പ്രിയ സഖിയും കുറച്ച് കൂട്ടുകാരൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ടെൻഷനൊന്നും അടിക്കണ്ട, പോയി എഴുതുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ അങ്ങ് എഴുതുക. പിന്നെ ഇതാണ് നമ്മുടെ ലൈഫിലെ എൻഡ് പോയിന്റ് എന്നൊന്നും വിചാരിക്കരുത്. ഒരു എക്സാം എഴുതി പിന്നെ അത് നമ്മളെ പ്രയത്നത്തിനനുസരിച്ചും പിന്നെ ഓരോ ലക്ക് പോലെ ഉണ്ടാവും. അത് കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. ആ ദിവസത്തിൻ്റെ ഒരു ഇതും എല്ലാം കൂടിയിട്ടാണ്. എന്താണെന്നറിയില്ല, രാവിലെ തന്നെ ഭയങ്കര വിശപ്പ്. പക്ഷെ നിങ്ങളാരും പേടിക്കണ്ട, എൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. രാവിലെ തന്നെ പഴവങ്ങാടി അമ്പലത്തിൽ പോയ സമയത്ത് അവർ ഉണ്ണിയപ്പം തന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതും കഴിച്ച് വിശപ്പടക്കി നമുക്ക് യാത്ര തുടരാം. അപ്പോൾ ഞാനിപ്പം പ്രിയസഖീനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. പ്രിയസഖിക്ക് കുറച്ച് ആശംസകളൊക്കെ നേരാൻ. അങ്ങനെ ഞാൻ പ്രിയസഖിക്ക് ഒരു ഓൾ ദ ബെസ്റ്റെല്ലാം കൊടുത്ത് നല്ല സമാധാനമായി പറഞ്ഞു വെച്ചിരിക്കുന്നു. നല്ലോണം എഴുതിയിട്ട് വരട്ടെ. ശരിക്കൊന്നു വന്നു ഇനി നല്ല ഇങ്ങനെ എന്തോ ഒരു ഇതുപോലെ ഞാനാറ്റം പരീക്ഷ എഴുതാൻ പോകുന്ന പോലെ ഉണ്ട്. അതിനൊരു വെപ്രാളം പോലെ ഉണ്ട്, എന്താണെന്നറിയില്ല. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ ഒരുങ്ങി പിടിച്ചെടിയാണ് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ബന്ധുക്കൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിന്. അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോകാൻ പറ്റുന്നതിന് ലുലു മോളിൽ. അപ്പം ഞാൻ ഒറ്റക്കല്ല ഇന്ന് പോകുന്നത്, എൻ്റെ കൂടെ എൻ്റെ സഹോദരനും ഉണ്ട്. അപ്പോൾ ഏട്ടൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു, ഇതുവരെ വന്നിട്ടില്ല. കൃത്യനിഷ്ഠയെല്ലാം വേണ്ടേ അല്ലേ? എൻ്റെ എത്ര മൂല്യമായ സമയമാണ് ഇവിടെ വേസ്റ്റ് ആകുന്നത്. അപ്പം ഞാനും എൻ്റെ ചേട്ടനും കൂടി ലുലു മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ഞാനും നിയാൻഷും കൂടി ഇന്ന് ലുലു മോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നിയാൻഷി കുപ്പായമാണ്, നിയാൻഷിക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നില്ല. ഇന്ന് ഞാനും കുറച്ച് കുട്ടി പട്ടാളങ്ങളും ഉണ്ട് എൻ്റെ കൂടെ. ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ്. പണ്ട് ചേച്ചിന്റെ ഹെയർ സ്റ്റൈൽ ഇതേപോലത്തെ മാമാട്ടി കട്ട് ഇതേപോലെ തന്നെ. അച്ഛൻകുറിച്ച് ബ്യൂട്ടി പാർലർ പോയിട്ട് കുറിച്ചാ പോലും. ബൈ പറ, ഇനിയിപ്പ കാണാൻ വരുവോ ചേച്ചിനാ? ഇനിയിപ്പ കാണാൻ വരുവാ? ടാറ്റയാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഉത്സാഹം തോന്നില്ല. ഇല്ലപ്പ, ഒരു പാന്റും ഇല്ല, അതല്ലേ. അങ്ങനെ ഞാനും
പിള്ളേരും ടൂർ പോവുകയാണ്. വണ്ടി ഒന്നും പോകത്തല്ലേ, കൊറേ നേരമായില്ല. ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടുന്നതാ. യോ ടാറ്റ പോന്നേ. നമ്മൾ എവിടെയാ പോന്ന്? കണ്ണൂരേക്കാ പോന്നെ നമ്മള്. ഞാൻ നല്ലോണം ആസ്വദിക്കുന്നു. എല്ലാരും ടാറ്റ പറഞ്ഞു. ഞാൻ ശരിയാ നോക്കുന്നത്. അയ്യോ നോക്കുന്നുണ്ടല്ലോ. അടുത്ത ട്രിപ്പിന് വരുവാടാ. അടുത്ത വട്ടം കറങ്ങുമ്പോ നിനക്ക് വരും. ഒരാളായിരുന്നു ജിംനാസ്റ്റിക് ആന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ എന്തോ ശബ്ദം കണ്ട് ലുലു മോളിൽ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആകപ്പെട്ടിരിക്കുകയുള്ളത്. ഇവിടെ ഒരാൾക്ക് മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലത്ത് ഞാൻ എങ്ങനെ ഇതിനെ മൂത്രമൊഴിക്കാൻ കൊണ്ടുപോകും? കുറച്ചു നേരം സൈറ്റിരിക്കോ മക്കളെ. അപ്പൊ നിയാൻഷിക്കും എൻ്റെ അതേപോലെ തന്നെ സോളോ ട്രിപ്പ് വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എല്ലാരും പോന്നെയും വരുന്ന ആൾക്കാരോട് എല്ലാം ടാറ്റ പറയുന്നുണ്ട്. വൻ ലൈഫാന്ന് മോളെ. തലപുറത്തിട്ടല്ലോ മോളെ, കുറച്ചിങ്ങോട്ട് വെച്ചാ. തലപുറത്തുള്ള അങ്ങനെ നമ്മളിപ്പോൾ ട്രിവാൻഡ്രം മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ കുറേ കാലം ശേഷം വീട്ടുകാരെല്ലാം കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം. അമ്മയും അച്ഛനും വന്നില്ല, കസിൻസും പിന്നെ അവരെ മക്കളും അങ്ങനെ കുറേ ആൾക്കാർ വന്ന്. ഈ കുട്ടികളെ കാണുമ്പോൾ കുട്ടിയാവാൻ കൊതിയാവുന്നത്. ഒന്നും ടെൻഷൻ മേടിക്കണ്ട, ഇങ്ങനെ ജോളിയായിട്ട് ഇങ്ങനെ നടക്കാം. അപ്പം നമുക്ക് ട്രിവാൻഡ്രം മ്യൂസിയത്തെ കാഴ്ചകൾ കാണാം.
കുറെ ആൾക്കാരുണ്ടായില്ലല്ലോ, എല്ലാരും പോയാ? ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഇപ്പൊ. ഇത് കാണുന്ന എൻ്റെ അമ്മ പേടിക്കരുത്. ഇതെന്തോ വിശിഷ്ടമായ എന്തോ ചെടിയാന്ന് തോന്നുന്നു. ആ ഇതുണ്ട് എഴുതിയിട്ട്. അല്ല, അത് കവേർഡ് പാത്ത് വേ. ഓ, കവർ ചെയ്ത പാത്ത് വേന്ന് ഇതാ. ട്രിവാൻഡ്രം എന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ എന്തോ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ പോലെ തന്നെ ഇപ്പോൾ ട്രിവാൻഡ്രവും കുറച്ച് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇപ്പം എന്താണെന്നറിയില്ല, എനിക്കൊന്ന് കുറച്ച് ഇപ്പം നല്ല ചുറ്റുമുള്ള നല്ല നല്ല കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്, നല്ല കാഴ്ചപ്പാടുള്ള, നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനും, നമ്മൾ എന്തെങ്കിലും തെറ്റ് കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ നേർവഴിക്ക് നയിക്കാനുള്ള കുറച്ച് കൂട്ടുകാരെ, കുറച്ച് ഫ്രണ്ട്സിനെല്ലാം കിട്ടി. അപ്പോൾ എന്തോ ഒരു സമാധാനം. ഇപ്പം എല്ലാവരും എന്നോട് ചോദിക്കും, ഇതെന്താ പെട്ടെന്നൊരു മാറ്റം, ഫുൾ ടൈം ഹാപ്പി ആണല്ലോ. അപ്പോൾ ഫുൾ ടൈം ഹാപ്പി ഒന്നുമല്ല, ചില സമയത്ത് എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്തായാലും നല്ല, നമുക്ക് നമ്മളെ കൂടെ നല്ല ആൾക്കാരുണ്ടാകുമ്പം നമ്മളും. നല്ല രസമല്ലേ ഇവിടെ വീടാണെങ്കിൽ? വീട്ടിൽ അച്ഛനും അമ്മേനെല്ലാം കൂട്ടിയിട്ട് വൈകുന്നേരം ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇവരെല്ലാം കാണുമ്പോൾ വീട് ഭയങ്കര ബിസിയായി. ഇങ്ങനെ ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ. അപ്പോൾ നമ്മൾ ലുലു മോളിലൊക്കെ പോയി തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ഇത് വാങ്ങിയിട്ടുണ്ടായിന്, പൈനാപ്പിൾ ഉപ്പിലിട്ടത്. ഒന്നാമതിപ്പം പൈനാപ്പിൾ സീസൺ ആയതുകൊണ്ട് ഇത് രസമുണ്ട്, അത്യാവശ്യം പൈനാപ്പിൾ, പിന്നെന്താ ക്യാരറ്റ്, അങ്ങനത്തെ എന്തെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ണൂർ സിറ്റി ഭാഗത്ത് പോയാൽ നല്ല ഉപ്പിലിട്ട കുറേ സാധനം. അയ്യോ, അത് പറയുമ്പോൾ തന്നെ കൊതിയാകുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം. വീണ്ടും നല്ല നല്ല വ്ളോഗൊക്കെ ആയി ഒഴിവ് സമയങ്ങളിൽ വരാൻ ശ്രമിക്കുന്നതാണ്. ബൈ ബൈ.